വിവരാവകാശ അപേക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ കൈമാറണമെന്ന അപൂർവ ഉത്തരവുമായി വിവരാവകാശ കമ്മീഷൻ. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ 2024 മെയ് 29 രാവിലെ 10 മണി മുതൽ 10:30 വരെയുള്ള സമയത്തെ CCTV ദൃശ്യങ്ങളുടെയും സംഭാഷണങ്ങളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൈമാറുവാനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടത്. കൊച്ചിയിൽ വിവരാവകാശ കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ പള്ളുരുത്തി സ്വദേശിയും RTI ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറിയുമായ പുളിക്കൽ പറമ്പിൽ PC ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതി പരിഗണിച്ച കമ്മീഷൻ മട്ടാഞ്ചേരി SP PB കിരണിനും പള്ളുരുത്തി SHO രതീഷ് ഗോപാലിനും ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നേരത്തെ ഈ ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ച മുൻ SHO സഞ്ജു ജോസഫ്, മുൻ SP KR മനോജ് എന്നിവരെ കമ്മീഷൻ താക്കീത് ചെയ്തിരുന്നു. പള്ളുരുത്തി സ്റ്റേഷനിലെ റൈറ്റർ എഡ്വേർഡ് മോശമായി പെരുമാറിയെന്നും ഇത് സംബന്ധിച്ച് പരാതി SHO സഞ്ജു ജോസഫിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം നടപടി സ്വീകരിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി സുരേഷ് പടക്കാറ എന്നയാളാണ് വിവരാവകാശ കമ്മീഷനെ പരാതി നൽകിയത്. ഇതു സംബന്ധിച്ച് ഉന്നതർക്ക് പരാതി നൽകാനാണ് CCTV ദൃശ്യങ്ങളുടെ പകർപ്പ് ചോദിച്ച് അന്നത്തെ SHOയ്ക്ക് PC ഉണ്ണികൃഷ്ണൻ വിവരാവകാശ അപേക്ഷ നൽകിയത്. സ്വകാര്യത മാനിച്ച് ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്ന് ഇൻസ്പെക്ടറും SP-യും മറുപടി നൽകിയിരുന്നു. തുടർന്നാണ് കമ്മീഷനെ സമീപിച്ചത്. പരാതി പരിഗണിച്ചപ്പോഴും സ്വകാര്യത മാനിച്ച് ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്ന നിലപാടിലായിരുന്നു പോലീസ്. ഇത് തള്ളിയാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ കൈമാറാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് SHOയോട് നിർദ്ദേശിച്ചത്. അതേസമയം നിർദ്ദിഷ്ട അരമണിക്കൂറിനിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കിയേ കൈമാറാവൂ എന്നും നിർദ്ദേശം നൽകി. കൈമാറുന്ന ദൃശ്യങ്ങൾ കമ്മീഷൻ പരിശോധിച്ച ശേഷം പരാതിക്കാരന് നൽകും. കൊച്ചിയിലെ ഹിയറിംഗിൽ 28 പരാതി പരിഗണിച്ച കമ്മീഷൻ 25 എണ്ണം തീർപ്പാക്കി.